ഈസ്റ്റർ ദിനത്തിൽ നമ്മോടൊപ്പം ഇന്ന് ചേരുന്ന അതിഥി പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം ഒന്നുമില്ലാത്തയാളാണ്. 100ഓളം ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കിയ ശ്രീ ജോൺ പോൾ. ഈസ്റ്റർ വിശേഷങ്ങളും സിനിമാ വിശേഷങ്ങളും അദ്ദേഹം നമ്മോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. നമസ്കാരം സാർ. ഈസ്റ്റർ എന്ന് പറയുമ്പോൾ ഉയിർപ്പ് തിരുനാളിനാണ്. എങ്ങനെയാണ് ചെറുപ്പകാലത്തെ ഈസ്റ്റർ ഓർമ്മകൾ? കുട്ടിക്കാലത്ത് ഞാൻ ജനിച്ചതും വളർന്നതും എറണാകുളം പോലൊരു നഗരത്തിലാണ്. ആദ്യ ഏതാനും വർഷങ്ങളിൽ മാത്രമാണ് അവധിക്കാലത്ത് അപ്പൻ്റെ അമ്മയുടെയൊക്കെ കൂടെ സഹോദരങ്ങളുടെ കൂടെ നാട്ടിലേക്ക് വൈപ്പിൻകരയിലെ ചെറായിലേക്ക് പോകുമായിരുന്നത്. അവിടെ അതൊരു എല്ലാവരും ഒത്തുചേർന്നുള്ള വലിയ ആഘോഷവേളയാണ്. അതിനു മുമ്പുള്ള ഒരുപാട് നോയമ്പിൻ്റെയും കഷ്ടാനുഭവാഴ്ചയുടെ ആചരണങ്ങളുടെയും എല്ലാം ഒരു ആദ്യ പർവ്വമുണ്ട്. അത് കഴിഞ്ഞ് വളരെ പുലർച്ചയ്ക്കാണ് ഞങ്ങളുടെ ഉയർപ്പിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ ഉറങ്ങാതിരുന്നാൽ ഉയർത്തെഴുന്നേറ്റ് വരുന്ന യേശുവിനെ കാണാം എന്ന ഒരു മോഹം ഉള്ളിൽ ജനിപ്പിച്ചിട്ടാണ് മുതിർന്നവർ നമ്മളെ ഉറക്കത്തിൽ നിന്ന് അകറ്റി അങ്ങോട്ട് കൊണ്ടുപോവുക. അവിടെ എത്തി ഉറങ്ങാതിരുന്നിരുന്നിരുന്ന് കുറേ കഴിയുമ്പോൾ ഉറങ്ങിപ്പോകും. ആ ഉറക്കത്തിനിടയിൽ എപ്പോഴും ഞെട്ടി ഉണരുമ്പോൾ അവിടെ ഇങ്ങനെ ആലവട്ടങ്ങൾ തിളങ്ങുന്നതും ഈ സ്തോത്രഘോഷങ്ങൾ ഉയരുന്നതും ഈ സുഗന്ധ ധൂമങ്ങളുടെ പുകപടലങ്ങളും അവിടെയുള്ള പ്രത്യേകതരം മെഴുതിരി കാലുകളിങ്ങനെ പ്രഭയുടെ ജ്വാലകളും നാളങ്ങളുമായിട്ട് മൊത്തത്തിൽ അതൊരു വല്ലാത്ത അഭൗമമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകും. അതിനിടയിൽ ചാടി വീണ് എന്തി നോക്കുമ്പോൾ ആ പുകവലയങ്ങൾക്കിടയിലൂടെ എന്തോ ഒന്ന് കടന്നു പോയതുപോലെ തോന്നും. അത് യേശുവായിരുന്നു എന്ന് സങ്കല്പിച്ചു. അങ്ങനെയാണ് യേശുവിൻ്റെ ഉയർപ്പ് കണ്ടതായുള്ള ബാല്യത്തിലെ ഓർമ്മ. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് യേശുവിൻ്റെ ഭൗതിക രൂപമല്ല, ആത്മാവാണ് ഉയർത്തെഴുന്നേൽക്കുന്നതെന്നും അതിന് ഒരു ശരീരത്തിൻ്റെ മാത്രകളിൽ അളക്കാനാവില്ലെന്നും പ്രകാശത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ് വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ഉയർപ്പെന്നും ജീവിതം എന്ന പാഠത്തിൽ നിന്നാണ് പിന്നീട് വായിച്ചറിയുന്നത്. അതാണ് കുട്ടിക്കാലത്തെ ആദ്യ ഓർമ്മ. പിന്നീടുള്ള വർഷങ്ങളിൽ ഞാൻ ആദ്യത്തെ ഏതാണ്ടൊരു 10 കാലത്തോളം താമസിച്ചിരുന്ന എറണാകുളം നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ മാർക്കറ്റിൻ്റെ പരിസരത്തുള്ളൊരു മുസ്ലിം സ്ട്രീറ്റിലാണ്. അവിടെ 10-18 വീട്ടുകാരുണ്ട്. അതിലേക ക്രൈസ്തവ ഭവനം ഞങ്ങളുടേതായിരുന്നു. ഒരു യഹൂദ ഭവനമുണ്ടായിരുന്നു, ഒരു ഹൈന്ദവ ഭവനം ഉണ്ടായിരുന്നു, ബാക്കി 15 മുസ്ലിം ഭവനങ്ങളായിരുന്നു. ഈ എല്ലാ വിശ്വാസാചാരങ്ങളുടെയും ആഘോഷങ്ങൾ ഞങ്ങൾ പൊതുവായി ആഘോഷിച്ചിരുന്നു. അത് ഈസ്റ്ററിനും ഓണത്തിനും ബലിപെരുന്നാളിനും ഒരേ വികാരമാണ് നമുക്ക്. അതിൽ നിന്നെല്ലാം നമ്മുടെ മനസ്സിൽ പിന്നെ വന്നത് ഈ ആഘോഷങ്ങൾക്ക് മുമ്പായി നമ്മൾ എന്തോ ഒന്ന് കൊടുക്കാനുണ്ടെന്നുള്ള ചിന്തയാണ്. അത് നൊയമ്പാകാം, അല്ലെങ്കിൽ ശക്കാത്താകാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനുഷ്ഠാനമാകാം. പിന്നീട് കൂടുതൽ ഈസ്റ്ററിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്നപ്പോൾ ദുഃഖവെള്ളിയാഴ്ചയുടെ കുരിശാരോഹണത്തിന് ശേഷം മാത്രമാണ് ഉയർപ്പിൻ്റെ സാധ്യത. അപ്പോൾ ദുഃഖത്തിന് ശേഷം കടന്നു വരുന്ന സന്തോഷമാണ് ഉയർപ്പിൻ്റെ ആഹ്ലാദം എന്ന തിരിച്ചറിവുണ്ടായി. ത്യാഗത്തെയും ത്യാജ്യത്തെക്കുറിച്ച് ഗുരുക്കന്മാർ പറഞ്ഞു തന്നതിന് അർത്ഥമുണ്ടാക്കുന്ന ഒരു പരിവൃത്തമായിട്ട് ഈസ്റ്ററിനെ കാണാൻ തുടങ്ങിയത് അങ്ങനെയാണ്. പിന്നീട് ക്യാമ്പസിലേക്ക് വരുന്നു, കോളേജിലേക്ക് വരുന്നു, സൗഹൃദങ്ങൾ കൂടുന്നു, സിനിമയിലേക്ക് വരുന്നു. ആ സമയത്തെല്ലാം ഈസ്റ്റർ ആഘോഷങ്ങളിൽ വല്ല മാറ്റങ്ങളും ഫീൽ ചെയ്തു? നഗരത്തിൽ ഗ്രാമങ്ങൾ ആഘോഷിച്ചിരുന്നത് പോലെ ഈസ്റ്റർ ആഘോഷിച്ചിരുന്നില്ല. ഗ്രാമത്തിലും നഗരത്തിലും പൊതുവായി ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത് ആവശ്യമില്ലാത്ത ഒരു വൃത്തികെട്ട ഗന്ധമുണർത്തുന്ന വെടിമരുന്നിൻ്റെ പുകയുയർത്തുന്ന പടക്കങ്ങളുടെ ഒരു തരം ഭീഷണിപ്പെടുത്തുന്ന ഓലികളാണ്. എനിക്കതിനോട് അന്നും ഇന്നും യാതൊരു തരത്തിലുള്ള ആഭിമുഖ്യവും ആസക്തിയും തോന്നിയിട്ടില്ല. അല്പം അകൽച്ച, ഭയമെന്നതിനെ വിശേഷിപ്പിക്കാൻ വിരോധമൊന്നുമില്ല. എന്തിനാണ് ഇങ്ങനെ അപകടകരമായ ഒരു കളി? പലയിടത്തും വെടിക്കെട്ട് അപകടമെന്നൊക്കെ കേൾക്കുമ്പോൾ അന്നേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആശങ്ക സത്യമാകുന്നല്ലോ. എന്തുകൊണ്ട് ഇതിൽ നിന്ന് ആധുനിക സാങ്കേതികത ഇത്രയും വളർന്നപ്പോൾ ഈ വെടിമരുന്നിൻ്റെ നഗ്നമായ സ്ഫോടനം കൊണ്ടുണ്ടാക്കുന്ന കൗതുകത്തേക്കാൾ എത്രയോ മനോഹരമായി ലേസർ സാങ്കേതികത ഉപയോഗിച്ച് പലതും ചെയ്യാൻ കഴിയാമായിരിക്കെ എന്തിനു നമ്മളിപ്പോഴും പ്രാകൃതമായ ഈ അവസ്ഥയിൽ സ്വയം ഹത്യയുടെ തീക്കുണ്ടങ്ങൾ ഉയർക്കുന്നു എന്ന ചിന്തയാണ് കൂടുതൽ ഉയർന്നു വരുന്നത്. ഏതായാലും നഗരത്തിലെ ഈസ്റ്ററും ഗ്രാമത്തിലെ ഈസ്റ്ററും രണ്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കാൻ കൂടുതലും ഇട വന്നിട്ടുള്ളത് ഏതാണ്ടൊരു 55-60 വർഷത്തോളം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നഗരങ്ങളിലെ ഈസ്റ്ററാണ്. പിന്നെ അതിനൊരു മതാനുഷ്ഠാനപരമായ ആചരണം എന്ന് പറയുന്നത് 50 ദിവസത്തെ നൊയമ്പൊക്കെ ആദ്യഘട്ടത്തിൽ നോക്കുമായിരുന്നു. പിന്നീട് ഈ ജീവിത ബന്ധപ്പാടുകൾക്കിടയിലുള്ള യാത്രയ്ക്ക് ഇടയിൽ അത് സാധ്യമാകാതെ വന്നപ്പോൾ പലപ്പോഴും ഈ ഒരാഴ്ചത്തെ വ്രതാനുഷ്ഠാനം ഞാൻ ശാഠ്യപൂർവ്വം നോക്കാറുണ്ട്. അത് എനിക്ക് തോന്നുന്ന എല്ലാ നൊയമ്പുകളും നിഷ്ഠപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് മനുഷ്യ ശരീരത്തിന് അതുമൂലമുള്ള
നമ്മുടെ ഭോജന പ്രകൃതത്തിൽ തന്നെ അത്തരത്തിലുള്ള ചില ഒഴിവുകാലങ്ങൾ ശരീരത്തിൻ്റെ രക്ഷയ്ക്ക് ആവശ്യമാണെന്നുള്ള യോഗിവര്യന്മാരുടെ മുൻകരുതലിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. അതൊരു 10 ദിവസമോ 15 ദിവസമോ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾക്കെല്ലാം അവധി കൊടുത്തുകൊണ്ട് അതല്ലാത്ത രീതിയിലുള്ള പരിമിതമായൊരു ഭക്ഷണത്തിലേക്ക് സ്വയം നമ്മൾ നിയോഗിക്കുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന ശാരീരികമായ ഒരു കംഫർട്ടുണ്ട്. അത് എന്തെങ്കിലും ഒന്ന് കൊടുത്ത് ഒരു ഒഴിവിടം ഉണ്ടാക്കി ആ ഒഴിവിടത്തിലേക്ക് മറ്റൊരു നിറവ് കടന്നു വരുമ്പോഴുള്ള ഭൗതികാതീതമായ നിറവിൻ്റെ തന്നെ തുല്യമാണ് ശരീരം. അപ്പോൾ ഭൗതികവും ആത്മീയവും തമ്മിലുള്ള ഒരു എന്താണ് പറയുക, സമാനതയ്ക്ക് അത് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ഇടം തരുന്നുണ്ട്. ഈ ആഘോഷങ്ങൾ ഇപ്പോൾ ഒരുതരം ആഡംബരത്തിൻ്റെ ഇതിലേക്ക് മാറുന്നുണ്ടോ? ഇപ്പോൾ ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും അത്തരത്തിൽ. അത് ഈസ്റ്റർ, ക്രിസ്മസ് മുതലായവ ഇതിപ്പോൾ അതിനെ ഞാൻ പഴി പറയില്ല. കാരണം ഓണം ആഘോഷിക്കാമെങ്കിൽ റംസാൻ ആഘോഷിക്കാം. ഞാൻ പലപ്പോഴും ഇവിടെ ചില മതസൗഹാർദ്ദ കൂട്ടായ്മകൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ ചാവറ കൾച്ചറൽ സെൻറ്റർ, അവിടുത്തെ റോബി കണ്ണഞ്ചിറ അച്ഛൻ മുൻകൈ എടുത്തുകൊണ്ട് ഈസ്റ്ററിൻ്റെ അന്ന് ഒരു പ്രത്യാശയുടെ പ്രാതൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പ്രഭാത ഭക്ഷണം എടുക്കും. അതിൽ ഈ പരിസരത്തുള്ള മുസ്ലിം ദേവാലയങ്ങളിലുള്ളവരും ഹൈന്ദവ പ്രഭുക്കന്മാരും അല്ലാതെയുള്ള എല്ലാവരും ഒത്തുചേർന്നിട്ടാണ് റംസാനും അല്ലെങ്കിൽ നമ്മൾ ഈദിനും മുമ്പുള്ള അത്തരത്തിലുള്ള കൂട്ടായ്മകളുണ്ട്, ദീപാവലി ആഘോഷങ്ങളുണ്ട്, ഓണാഘോഷങ്ങളുണ്ട്. അതെല്ലാം എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് അപരിചിതമല്ല. ഞാൻ അതിൻ്റെ മടിത്തട്ടിലാണ് വളർന്നു വന്നത്. അതിൽ നിന്ന് കളം തിരിച്ച് കാലുഷ്യം വിതയ്ക്കാനിറങ്ങിയവർ അകറ്റി നിർത്തിയ സമൂഹത്തെ ഇത്തരം ആഘോഷവേളകൾ ഒന്നിച്ച് ചേർക്കുന്നുവെങ്കിൽ അത് നല്ലത് എന്ന് ഞാൻ കരുതും. ഈ ആഘോഷങ്ങൾ, ആർഭാടങ്ങളും ആത്മഹത്യാപരവും ക്രിമിനലുമായ പ്രകൃതത്തെ കൈവരിക്കുന്നത് വ്യക്തിപരമായ ആഘോഷങ്ങളിലാണ് പലപ്പോഴും. ഇപ്പോൾ വീട്ടിലെങ്ങനെയാണ് ഈ പെസഹ അപ്പം ഉണ്ടാക്കുക? അത്തരം അത് നമ്മുടെ ഒരു പാരമ്പര്യമായി നമുക്ക് ശീലമുള്ള ഒരു അനുഷ്ഠാനമാണ്. പെസഹപ്പം ഉണ്ടാക്കും. ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടാവാറുള്ളൂ മിക്കവാറും. പെസഹപ്പം ഉണ്ടാക്കും, അതിൻ്റെ പാല്, അതിൻ്റെ മുമ്പിലൊരു നിമിഷം ധ്യാനം നിമഗ്നമായിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ട് കഴിക്കുക എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് അപ്പാപ്പൻ ചെയ്തിരുന്നു, പിന്നീട് അപ്പൻ ചെയ്തിരുന്നു, ഇപ്പോൾ ഞാൻ ചെയ്യുന്നു, എനിക്ക് ശേഷം എൻ്റെ മകളും അവളുടെ ഭർത്താവും ചെയ്യും. അത് തലമുറകളെ തുടർന്ന് വരുന്ന നമ്മുടെ ജനിത സംസ്കാരവുമായി ബന്ധമുള്ള ഒരു കാര്യമാണ്. അതിലൊരു മതപരമായ അനുഷ്ഠാനം എന്നതിനേക്കാൾ ഉപരിയായി അതൊക്കെയാണ് നമ്മൾ ഇതിലൂടെയൊക്കെ വന്നു എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ചില നിമിഷങ്ങളെന്നാണ് ഞാൻ കരുതുന്നത്. ഓശാന ഞായറാഴ്ചയുടെ തലേന്ന് കൊഴുക്കട്ട ഉണ്ടാക്കുക, അത് എല്ലായിടത്തും ഇല്ല. ഞങ്ങളുടെ നാടുകളിൽ വളരെ പ്രസിദ്ധമാണ്. ഇപ്പം മിനിഞ്ഞാന്ന് ഓശാന ഞായറാഴ്ച ക്രിസോസ്റ്റം തിരുമേനിക്ക് ഞാൻ കൂടി ഭാരവാഹിയായിട്ടുള്ള MK സാനു ഫൗണ്ടേഷൻ്റെ ഒരു അവാർഡ് കൊടുക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ചുക്ക് കാപ്പിയും കൊഴുക്കട്ടയുമാണ് ഞങ്ങൾ എല്ലാവർക്കും കൊടുത്തത്. കാരണം കൊഴുക്കട്ട ശനിയാഴ്ചയായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള സ്നേഹം പങ്കിടുന്നതിനുള്ള ചില വിഭവങ്ങൾ കൂടിയാണ്. അതിൽ ആചാരങ്ങളുടെ ഒരു അലങ്കാര ശ്രുതി ഇടചേരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ഇത്തരം ആഘോഷങ്ങളെല്ലാം തന്നെ സ്നേഹത്തിൻ്റെയും ഒരു സന്തോഷത്തിൻ്റെയും ഒരു പങ്കുവയ്ക്കൽ കൂടിയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയേ ആകാവൂ. അങ്ങനെ അല്ലാതെ ആക്കുവാനുള്ള ശ്രമങ്ങളും നിർഭാഗ്യവശാൽ ലോകത്തെമ്പാടും നടന്നു വരുന്നുമുണ്ട്. മനുഷ്യർക്കിടയിൽ ഒരു മത്സരബുദ്ധിയല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കളം പിരിച്ചത് കാലുഷ്യം വിതച്ചുകൊണ്ട് ആ കലക്കവെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ വരുന്നത്. ഒരു യഥാർത്ഥ ഈശ്വരവിശ്വാസി, അത് ഏത് മതത്തിൽപ്പെട്ടതുമാകട്ടെ, ഒരിക്കലും വർഗീയവാദിയാവില്ല. കാരണം മുഹമ്മദ് നബി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ മറ്റൊരുത്തൻ്റെ ദൈവത്തെ നിന്ദിക്കുകയും അവൻ്റെ വിശ്വാസത്തെ അവമതിക്കുകയും ചെയ്യുമ്പോൾ അവൻ അതേ നാണയത്തിലേ തിരിച്ചു തരാൻ കഴിയൂ. അതുകൊണ്ട് സഹോദരൻ, നീ ഓർക്കുക, നീ മറ്റൊരാളുടെ വിശ്വാസത്തെ അവമതിക്കുമ്പോൾ, മറ്റൊരുത്തൻ്റെ ദൈവത്തെ നിന്ദിക്കുമ്പോൾ പരമകാരുണികനായ അള്ളാഹുവിനെ നിന്നെയാണ് നീ ക്ഷണിച്ചു വരുത്തുന്നത്. നിൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്ത് അവൻ കാർക്കിച്ച് തുപ്പുന്നതിന് നീ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. പാപി നീയാണ് എന്ന് പറഞ്ഞ മുഹമ്മദ് നബിയെ മറന്നുകൊണ്ടാണ് പലയിടത്തും പല അനിഷ്ട സംഭവങ്ങളും നടന്നത്. ഇത് തന്നെയാണ് ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത്. ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒന്നും നമ്മളോട് പരസ്പരം ശത്രുക്കളെ പോലെ പെരുമാറാൻ പറഞ്ഞു തന്നിട്ടില്ല. ക്രിസ്തു ഒരിക്കലും പറഞ്ഞു തന്നിട്ടില്ല. മതം മനുഷ്യനെ തമ്മിൽ ഒരുമിപ്പിക്കുവാനുള്ള ഒരു പ്രതീകമാകേണ്ടതിന് പരം മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്നാക്കി മാറ്റിയത് അത് ഈ വർത്തമാന കാലഘട്ടത്തിൻ്റെ മാത്രം അഭിശപ്തതയല്ല. ചരിത്രത്തിൻ്റെ താളുകളിലൂടെ ഞാൻ അടുത്തിടയ്ക്ക് ഒരു വിദേശയാത്രയ്ക്ക് പോയപ്പോൾ കൊളോസ്യത്തിൻ്റെ മുമ്പിൽ അവിടെ ഒരു നിമിഷം നിന്നപ്പോൾ എനിക്ക് ഐ വാസ് സ്മെല്ലിങ് ബ്ലഡ്. കിരാതമായ രക്തച്ചൊരിച്ചില്ല. അപ്പുറത്താര് ഇപ്പുറത്താര് എന്നുള്ളതൊക്കെ അപ്രസക്തമാണ്. മരിച്ചു വീഴുന്നത് മനുഷ്യനാണ്. ആ ചോരയ്ക്ക് ഉപ്പ് വന്നത് അവനെ നൊന്തുവെച്ച അമ്മയുടെ കണ്ണീരും കൂടെ ചേർന്നാണ് എന്ന തിരിച്ചറിവ് നഷ്ടപ്പെടുന്നതിൻ്റെ സാക്ഷ്യസ്തൂപങ്ങളാണ് ലോകത്തെ ചരിത്രത്തിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ നമ്മളിപ്പോൾ കേൾക്കുന്ന വാർത്തകൾ, നമുക്ക് കേരളത്തിൽ നിന്ന് തന്നെ കിട്ടുന്ന വാർത്തകൾ മുഴുവൻ
മനസാക്ഷിയെ മരവിപ്പിക്കുന്നതാണ്. ചെറിയ കുട്ടികളോടൊക്കെ ഇത്തരത്തിൽ പീഡനങ്ങൾ, മുതിർന്നവർ, ബന്ധുക്കൾ തന്നെ, മുത്തശ്ശനൊക്കെ ചേർന്ന് പീഡനങ്ങൾ വരുന്നു. നമ്മുടെ സമൂഹത്തിൽ വലിയൊരു മൂലച്യുതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ സാംസ്കാരികമായൊരു വലിയ ശൂന്യതയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അവതാരങ്ങളില്ലാതെ പോകുന്നത്. അതിൻ്റെ പറ്റിക്കൊണ്ട് ഒരുപാട് നീച മനസ്സുകൾ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിനൊരു പ്രത്യേക മതത്തിൻ്റെ ലേബൽ അവരെടുത്തണിയുന്നതാണ്. ആ മതവിശ്വാസികൾ പതിച്ചു കൊടുക്കുന്നതല്ല ഇത്. അത് സൗകര്യാർത്ഥം അവർക്ക് ഉപായം മാറുന്ന പോലെ മതങ്ങളുടെയും ലേബലുകൾ എടുത്തണിയുന്നു. പക്ഷെ അടിസ്ഥാനപരമായി മനുഷ്യനിൽ നിന്ന് അകറ്റുമ്പോൾ നമ്മുടെ കാലഘട്ടം നമ്മളിൽ നിന്ന് ജൈവപരമായ ഒരുപാട് തുടർച്ചകൾ ഇല്ലാതാക്കുന്നുണ്ട്. സ്വന്തം വീട്ടിലെ തടവറയിൽ എന്നോണമാണ് ഭാര്യയും ഭർത്താവും ജോലി കഴിഞ്ഞ് വരുന്നത്. അത് പെൻഡ്രൈവുകളുമായിട്ടാണ്. ഓഫീസിലെ ജോലിയുടെ ബാക്കി അതാത് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്നുകൊണ്ട് നിവർത്തിക്കുകയാണ്. എന്നിട്ട് പറയും ഞാൻ ലേറ്റാവും, ഭക്ഷണം വേണമെന്നുണ്ടെങ്കിൽ ഓവനിലുണ്ട് എടുത്ത് കഴിച്ചോളൂ എന്ന്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും നടുക്ക് ഒരു സാന്ത്വനത്തിൻ്റെയും തലോടലിൻ്റെയും അലിവ് കിട്ടാതെ പോകുന്ന കുഞ്ഞുങ്ങൾ തുറന്നിട്ട അരുതാത്ത അറിവുകളുടെ വലിയ ലോകത്തിലേക്ക് യഥേഷ്ടം വിഹരിക്കുമ്പോഴുണ്ടാകാവുന്ന എല്ലാ ദുരന്തങ്ങളും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ബോധവാന്മാരാകുവാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് കഴിയാതെ പോകുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദിവസവും വൈകുന്നേരം അത്താഴ മേശയ്ക്ക് മുമ്പ് എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ അമ്മ നിവർത്തുന്ന ഒരു ആവലാതിപ്പെട്ടിയുണ്ട്. അന്ന് നമ്മൾ കാണിച്ച കുസൃതികളെക്കുറിച്ച്. അതിന് ശകാരം കിട്ടും, നമ്മൾ ചെയ്ത നന്മകൾക്ക് തലോടൽ കിട്ടും. അത് നമുക്കുണ്ടാക്കി തരുന്നൊരു വല്ലാത്ത ആത്മവിശ്വാസമുണ്ട്, ഒരു സുരക്ഷിതത്വമുണ്ട്. കാലൊന്ന് ഇടറിയാൽ തിരുത്താൻ നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളോടൊപ്പമുണ്ടെന്ന് പറയുന്നൊരു കാര്യം. അതില്ലാതെയാണ് ഇന്നത്തെ പുതിയ കുഞ്ഞുങ്ങൾ വളരുന്നത്. അവർക്ക് കൊടുക്കാത്ത സ്നേഹം അവർ തിരിച്ചു തരുന്നില്ല എന്ന പരാതിക്ക് യാതൊരു കഴമ്പുമില്ല. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ മുഖ്യധാരയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുമ്പോൾ നീച മനസ്സുകൾക്ക് ഒരുപാട് വ്യതിഭ്രംശങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു കാമാന്തനായ പുരുഷന് കടിച്ചു കയറി നശിപ്പിക്കുവാൻ ഉള്ള ഒരു പെൺകുട്ടിയുടെ പ്രായം 3 വയസ്സിൽ താഴെയായിരിക്കുന്നു എന്ന് പറയുന്നത് അതികിരാതമായൊരവസ്ഥയാണ്. ഈ കേരളക്കരയിലേക്ക് നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പർവ്വം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുവാദമില്ലാതിരുന്നൊരു കാലഘട്ടമാണ്. മുലകൾക്ക് കരം ചുമത്തിയിരുന്ന, ആഫ്രിക്കൻ ഗലികളിലെ കിരാത സംസ്കാരത്തിൽ പോലും ഇല്ലാതിരുന്ന സംഭവങ്ങൾ ഇവിടെ നിവർത്തിതമായിരുന്നൊരു കാലമാണ്. അന്നെങ്ങും ഒരു സ്ത്രീയെ കാമാന്തനായൊരു പുരുഷൻ പിടിച്ച് ബലാത്കാരത്തിന് ശ്രമിച്ചതായ ചരിത്രം, അങ്ങനെ ഒരു കുറ്റകൃത്യം നടന്നതായി ഒരു ചരിത്ര പാഠങ്ങളിൽ നമ്മൾ വായിക്കുന്നില്ല. അപ്പോൾ സംസ്കാരം കൂടി എന്ന് അഭിമാനിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള വ്യതിഭ്രംശങ്ങൾ സംഭവിക്കുന്നത്. സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ കൂടെ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന കേരളത്തിലാണ്, ഏറ്റവും കൂടുതൽ വിവാഹമോചനങ്ങൾ നടക്കുന്ന കേരളത്തിലാണ്, ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ ഉയർന്നു വരുന്നത് കേരളത്തിലാണ്, ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് കേരളത്തിലാണ്. ഇവിടെ എല്ലാ ചർച്ചകളും രോഗലക്ഷണങ്ങളിൽ പരിമിതപ്പെട്ട് നിൽക്കുന്നു. രോഗം ഇപ്പോഴും വേണ്ട വിധം അന്വേഷിക്കപ്പെടാതെയും പരിഹരിക്കപ്പെടാതെയും തുടരുന്നു എന്നുള്ളതാണ് ദുരന്തം. നമ്മുടെ സംസ്കാരത്തിൽ ഒരു നല്ലൊരു സംസ്കാരം ഉണ്ടാക്കുന്നതിൽ സിനിമ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. 80കളുടെ സിനിമകളൊക്കെ, 70കളിലെ 80കളുടെ സിനിമയൊക്കെ നമ്മുടെ ഒരു തലമുറയെ വാർത്തെടുത്ത സിനിമകൾ തന്നെയാണ്. അന്ന് സജീവമായിട്ടുണ്ടായിരുന്ന തിരക്കഥാകൃത്താണ് താങ്കൾ. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ സിനിമയിലെ ഭാഷയിൽ പോലും മാറ്റങ്ങൾ വരുന്നു, പാട്ടുകളിൽ വരുന്ന മാറ്റങ്ങളുണ്ട്. അതെല്ലാം ഈ പറയുന്ന പുതിയ തലമുറയെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടാണ് സ്വാധീനിക്കുന്നില്ലേ? സിനിമ സ്വാധീനിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സമൂഹം സിനിമയെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മളീ പറഞ്ഞതുപോലെ അലിവിൻ്റെ ഉറവ പറ്റിയ വരൾച്ചയ്ക്കുള്ളിൽ വളർന്നു വരുന്നവരാണ് ഇന്ന് സിനിമ ഉണ്ടാക്കുന്നവർ ഭൂരിഭാഗം പേരും. അവർക്ക് ലഭിക്കാത്ത സ്നേഹം അവരെങ്ങനെ പ്രകാശിപ്പിക്കണം? അതിൽ ആത്മവഞ്ചന ഉണ്ടാവില്ലേ? കൊടുക്കാത്തതാണ് തിരിച്ചു വേണമെന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഉപയോഗിക്കുന്ന ഭാഷകളിൽ മാറ്റം വന്നിട്ടില്ലേ? നമ്മുടെ പത്രമാസികളിൽ ഉപയോഗിക്കുന്ന ഭാഷയിൽ മാറ്റം വന്നിട്ടില്ലേ? അസംബ്ലിയിലെ ഭാഷ സഭ്യമാണെന്ന് പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സാക്ഷിയോടെ പറയാൻ പറ്റുന്നുണ്ടോ? പിന്നെ സിനിമ ഒരുപാട് അരുതായികകളെ ഘോഷിക്കുന്നുണ്ട്. സിനിമ മാത്രമാണോ എന്ന ചോദ്യവും പ്രസക്തമാണ്. ഒരു ദിനപത്രമെടുത്ത് അതിൻ്റെ ശീർഷക ഭാഗം തൊട്ട് ഏറ്റവും അവസാനത്തെ പേജിൽ അടിവര ഇടുന്ന ഭാഗം വരെ വായിച്ചാൽ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വരുന്ന ബീഭത്സമായ കുറ്റകരമായ വൃത്തികേടുകളുടെ ഒരു ഘോഷയാത്രയുണ്ടല്ലോ. അത്രയും വൃത്തികേട് ഏറ്റവും മോശമായൊരു സിനിമയിൽ പോലും നമുക്ക് കാണാൻ കഴിയില്ല. സിനിമ കുറച്ചുകൂടി ഔദാര്യം കാണിക്കുന്നുണ്ട് സമൂഹത്തിൽ നിലവിലുള്ള വൃത്തികെട്ട ചിത്രങ്ങളോടെന്നാണ് ഞാൻ പറയുക. സിനിമയിലെ തെറ്റുകളെ ന്യായീകരിക്കുകയല്ല. സിനിമയിൽ നല്ല ഭാഷ ഉപയോഗിച്ചിരുന്നത് നല്ല ഭാഷ കേൾക്കാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടായിരുന്നപ്പോഴാണ്. ഇന്ന് കൈയടിക്കുന്ന എന്ത് കാണുമ്പോഴാണ്? ഈ സമൂഹമാണ് അതിനെ വളർത്തുന്നത്. ഇത്തരം വ്യതിഭ്രംശങ്ങളുള്ള ചിത്രങ്ങൾ കാണാത്തൊരു സമൂഹമായിരുന്നുവെങ്കിൽ ഒരിക്കലും അതിന് തുടർച്ചകളുണ്ടാവില്ലല്ലോ. പിന്നെ മനസ്സിൻ്റെ സഞ്ചാര വേഗത്തിൽ കാലം മാറുന്നതിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്.
ആ മാറ്റങ്ങളിൽ അരുതാത്ത മാറ്റങ്ങളുമുണ്ട്. കാരണം ഇന്നത്തെ തലമുറയിലെ ഒരു 25 വയസ്സിനും 20 വയസ്സിനും ഇടയ്ക്കുള്ള ഒരാളോട് ഒരു പേജ് മലയാളമോ ഇംഗ്ലീഷോ എഴുതാൻ പറഞ്ഞാൽ അതിൽ SMS കോഡിൻ്റെ എത്ര സംജ്ഞകൾ കടന്നു വരും? അതില്ലാതെ പൂർണ്ണമായ വാചകത്തിൽ എഴുതാൻ കഴിയുന്ന എത്ര പേരുണ്ട്? അവരെ അഭിസംബോധന ചെയ്യണമെങ്കിൽ അതിനേക്കാൾ ക്രൂഡായ ഭാഷകളും അതിനേക്കാൾ ക്രൂഡായ ആംഗ്യങ്ങളും വേണ്ടി വരുന്നു. യഥാ രാജ തഥാ പ്രജ എന്ന് പറയുന്നതും മറിച്ചും പറയാമതെ. അപ്പോൾ എല്ലാ ഇടങ്ങളിലും ഈ വരൾച്ചയുണ്ട്. അത് സമൂഹത്തിന് മൊത്തത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരൾച്ചയുടെ പ്രതിസ്പന്ദമാണ്. അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന, കൂടുതൽ ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിൽ എത്തിപ്പെടുന്ന ഒരു മാധ്യമം എന്നുള്ള നിലയിൽ സിനിമയിൽ അതിൻ്റെ അളവ് മാത്രകൾ കൂടി നിൽക്കുന്നു. കാരണം അത് ഒളിച്ചോടാൻ ശ്രമിക്കുന്നവനേക്കാൾ മുമ്പേ ഒളിച്ചോടാൻ ശ്രമിക്കുന്ന കച്ചവട വ്യവസ്ഥിതി ഭരിക്കുന്ന ഒരു മാധ്യമം കൂടിയായതുകൊണ്ട്. താങ്കൾക്ക് തോന്നാറുണ്ടോ ഈ തിരക്കഥകൾ അല്ലെങ്കിൽ സിനിമകൾ കാണുമ്പോൾ? താങ്കൾ തന്നെ ജൂറി ആയിരുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 75%-ലധികവും നിലവാരമില്ലാത്ത സിനിമകൾ ആണ് ഉണ്ടായതെന്ന്. അല്ല, അത് രണ്ട് അർത്ഥത്തിലാണ് അത് പറഞ്ഞത്. കാരണം ഒന്ന്, ഇപ്പോഴും നമ്മുടെ ഗവൺമെൻറ് ഈ അവാർഡ് നിർണ്ണയത്തിന് വേണ്ടി ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിൽ, ചിത്രങ്ങൾ സ്വീകരിക്കുന്നതിൽ യാതൊരു മാനദണ്ഡവും പാലിക്കുന്നില്ല. ഒരു സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആർക്കും എന്തും ജൂറിയുടെ മുമ്പിൽ ജൂറിയെ പീഡിപ്പിക്കാൻ വേണ്ടി പ്രദർശിപ്പിക്കാമെന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. സത്യസന്ധമായി ജൂറി പ്രവർത്തനം നടത്തണമെങ്കിൽ 2.5 മണിക്കൂറോ 3 മണിക്കൂറോ ആ സംബന്ധവും നമ്മളിരുന്ന് കാണണം. അതിൻ്റെ എവിടെയെങ്കിലും നന്മയുടെ ഒരു കണികയുണ്ടോ എന്ന് അന്വേഷിക്കണം. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ സിനിമ എന്ന ഒരു നിലവാരത്തിൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് അതിൻ്റെ 10 അല്ലെങ്കിൽ 12 സിനിമകളെ കണ്ടെത്താൻ കഴിയുന്നുള്ളൂ. അതിൽ നിന്ന് വളരെ ക്ലേശിച്ചു വേണ്ടി വരുന്നു ഗുണപരമായൊരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒട്ടും ആശാവഹമായ ഒന്നല്ല. ഗുണപരമായിട്ട് സിനിമകൾ ഉണ്ടാകുന്നുണ്ടോ? ചില സമയത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നു. മുമ്പുണ്ടായിരുന്നൊരു പ്രത്യേകത, ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് തുടർച്ചകൾ ഉണ്ടായിരുന്നു. അത് ന്യൂനപക്ഷമാണ് എന്നും സിനിമയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതും ഗുണപരമായ ദീക്ഷകൾ പാലിച്ചു പോന്നിട്ടുള്ളതും. പക്ഷേ ന്യൂനപക്ഷമുണ്ടായിരുന്നു. ന്യൂന വ്യക്തികളെ ഇന്നുണ്ടാകുന്നുള്ളൂ, ഒറ്റപ്പെട്ട വ്യക്തികളെ ഉണ്ടാകുന്നുള്ളൂ. ആ വ്യക്തികൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളും ഇല്ലാതായിരിക്കുന്നു. എൻ്റെയൊക്കെ ഒരു ഓർമ്മയിൽ ഏറ്റവും പുഷ്കലവും പ്രസന്നവും ആഹ്ലാദകരമായ നിമിഷങ്ങളെന്ന് പറയുന്നത്, താമസിക്കുന്ന ഹോട്ടലുകളിൽ ആരുടെയെങ്കിലും ഒരു മുറിയിൽ ശയനങ്ങളിൽ ഭരതനും ജോർജും മോഹനും പത്മരാജനും അരവിന്ദനും ഞങ്ങളെപ്പോലുള്ള കുറേ ആളുകൾ ഒരുമിച്ച് കൂടി ഒരുപാട് സന്തോഷങ്ങൾ പങ്കിടുന്നതിൻ്റെ ഇടയിൽ ഇവരിൽ ആരുടെയെങ്കിലും സിനിമയിൽ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എല്ലാവരും ഒരേ വികാരത്തോടെ ചർച്ച ചെയ്യുകയും അതിന് അപ്പുറത്തേക്ക് എന്ത് പരിഹാരമുണ്ടെന്ന് ചിന്തിക്കുകയും ചെയ്തിരുന്നു. പരസ്പരം മാത്സര്യം ഉണ്ടായിരിക്കുക തന്നെ. അല്ല, നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു സിനിമ കൾച്ചറുണ്ട്. അത് പരാജയപ്പെടരുത്, അത് ജയിച്ചു തന്നെ നിൽക്കണമെന്ന് പറയുന്ന ഒരു ബൈൻഡിങ് ഉണ്ടായിരുന്നു. ആ സൗഹൃദത്തിൻ്റെ നൈരന്തര്യം എവിടെയൊക്കെയോ മുറിഞ്ഞു പോയിരിക്കുന്നു. ഈ കൂട്ടായ്മ എന്ന് പറയുന്ന സാധനം അന്നും ഉണ്ടായിരുന്നു. പരസ്പരം ഒരു സഹകരണം ഉണ്ടായിരുന്നു. ഒരാളുടെ കഥയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കുമായിരുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് പെട്ടെന്ന് ആവശ്യം വരികയാണെങ്കിൽ മറ്റുള്ളവർ സഹകരിക്കും. ഇന്ന് മലയാള സിനിമയിൽ അത്തരം കൂട്ടായ്മകൾ ഉണ്ട്. പക്ഷേ അത് ഈ പണ്ടത്തെ അത്രയും ഒരു തുറവി അതിനില്ല എന്നെനിക്ക് തോന്നുന്നു. എൻ്റെ പുറമേ നിന്നുള്ള കാഴ്ചയാണ്. അകത്തെ കാഴ്ച ഞാൻ പകത്തില്ലാത്ത ആളായതുകൊണ്ട് എനിക്ക് കൃത്യമായി സാക്ഷ്യപ്പെടുത്താനാവില്ല. എന്നാലും കുറേ കൂടിയൊക്കെ ഒരുമിച്ച് സഞ്ചരിക്കാമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണ്ടെത്താമായിരുന്നു. നമ്മൾ ജീവിതമാണ് പകർത്തുന്നതെങ്കിൽ നമ്മൾ പരസ്പരം കൂടി മനസ്സിലാക്കുക. നമ്മുടെ സമകാലികരുമായി നമുക്ക് ഹൃദയം തുറന്ന് ഇടപഴകാൻ കഴിയുമ്പോൾ അവരിൽ നിന്ന് കൂടെ പലതും പഠിക്കാറുണ്ട്. സിനിമയുടെ പാഠങ്ങളല്ല, ജീവിതത്തിൻ്റെ വലിയ പാഠങ്ങൾ. അങ്ങനെ അനുഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പങ്കിടുമ്പോഴാണ് ലോഹിദാസ് സിബിമലയിലും കൂടെ മോഹൻലാൽ നിർമ്മിക്കുന്ന ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ തലേന്നാണ് ചിത്രം, ആ കഥ അതേപോലെ മറ്റൊന്ന് വന്നിരിക്കുന്നു എന്ന് അറിയുകയും അത് നിർത്തിവെക്കുകയും 3 ദിവസത്തിനുള്ളിൽ മറ്റൊരു കഥ കണ്ടെത്തിയിട്ട് ഷൂട്ടിംഗ് തുടരാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. പല കഥകളും ആലോചിച്ച് മനസ്സ് വിങ്ങി നിൽക്കുമ്പോഴാണ് കടപ്പുറത്ത് പോയിരുന്ന് എന്ത് വേണമെന്ന് ആലോചിക്കുമ്പോൾ സിബി സ്വന്തം ജീവിതത്തിലെ ഭാര്യാഗൃഹത്തിൽ നടന്നൊരു ഇൻസിഡൻറ്റ് പറയുന്നത്. ആ ഒരു അനുഭവം ലോഹിയുടെ മനസ്സിൽ എവിടെയോ ഒരു പൊള്ളലായി ബാക്കി നിന്നുകൊണ്ടാണ് ഭരതം എന്ന് പറയുന്ന സിനിമ ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളുണ്ട്. അത് ഒരു സംവിധായകനും എഴുത്തുകാരനും മാത്രം തമ്മിലല്ല. പലപ്പോഴും ഞാൻ പറയുന്നൊരു വാക്കിൽ നിന്ന് പത്മരാജൻ ചിലപ്പോൾ ഒരു സംഭാഷണം എടുത്തു എന്ന് വരാം. പത്മരാജൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാനൊരു കഥ തന്നെ മെനഞ്ഞെടുത്തു എന്ന് വരാം. അത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഇന്ന് എത്രത്തോളം സംഭവിക്കുന്നു, അത്രത്തോളം മനസ്സ് തുറക്കലുകൾ എത്രത്തോളം ഫിലിം മേക്കേഴ്സിനിടയിൽ അവരവരുടെ ഗ്രൂപ്പിനുള്ളിലല്ലാതെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്. ഈ പണ്ട് ഭരതനൊക്കെ സിനിമ ചെയ്യുമ്പോൾ ഒരു കഥ പലതരത്തിലുള്ള കഥകളാണ് അവർ ചെയ്തിരുന്നത്. പലതരത്തിലുള്ള സിനിമകൾ, ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത താഴ്വാരം ചെയ്ത ഭരതൻ, നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു സ്റ്റീരിയോ ടൈപ്പുകളല്ലേ പലപ്പോഴും. ഒരേ സംവിധായകൻ സിനിമയാണെങ്കിൽ അതെന്തായിരിക്കും,
ഈ പാറ്റേൺ ആണ് എന്ന് പറയുന്ന രീതിയിലേക്ക്? അതുകൊണ്ടാണ് മലയാള സിനിമയിലെ വസന്തകാലം എന്ന് വിശേഷിപ്പിക്കുന്നത് ഭരതനും കെ ജി ജോർജിനും പത്മരാജനും ഒക്കെ ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞ സിനിമകളുടെ കാലമാണെന്ന് പറയുന്നത്. അവർ തങ്ങളെ തന്നെ ആവർത്തിച്ചില്ല. എപ്പോഴൊക്കെ ആവർത്തിക്കണം എന്ന രീതിയിലേക്ക് അവർ കാലിടറിയോ അപ്പോഴെല്ലാം ജനം അവരെ നിരാകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെ സ്നേഹിച്ച അതേ തീക്ഷ്ണതയോടുകൂടി തന്നെ അവർ തള്ളിപ്പറഞ്ഞിട്ടുമുണ്ട് ജനം അവരുടെ ചിത്രങ്ങൾ അങ്ങനെയല്ലാതെ വന്നപ്പോൾ. അപ്പോൾ എനിക്ക് എന്നെ ആവർത്തിക്കാൻ കഴിയരുത്, എനിക്ക് തോന്നരുത് എന്ന് പറയുന്നൊരു പ്രാർത്ഥനയുണ്ട് ഒരു കലാകാരൻ ചെയ്യേണ്ടത്. അതുപോലെ മങ്കടരവിവർമ്മ എപ്പോഴും എൻ്റെ ഗുരുനാഥനെ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള വലിയ ഉപദേശമുണ്ട്. ഏത് ചിത്രം ചെയ്യുമ്പോഴും ഒരു കാര്യം മനസ്സിലുറപ്പിക്കുക, ഇതാണ് നിൻ്റെ ആദ്യ ചിത്രം. പിന്നെ അത് ചെയ്തു തുടങ്ങുമ്പോൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലുറപ്പിക്കുക, ഇതാണ് നിൻ്റെ അവസാന ചിത്രം. ഈ ഒരു ചിത്രമേ നിനക്കുള്ളൂ. നീ ഉണ്ടായിരുന്നു എന്നുള്ളത് സാക്ഷ്യപ്പെടുത്താനുള്ള ഏക യാമമാണിത്. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് എത്രത്തോളം അന്നും ആളുകൾ പാലിച്ചിരുന്നു, ഇപ്പോഴും എത്ര പാലിക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. ഈസ്റ്ററിന് എന്തൊക്കെയാണ് പരിപാടികൾ? കുടുംബമായി യാത്ര? ഞാൻ കുടുംബപരമായ യാത്ര അതൊക്കെയെന്ന് പറയുന്നത് നമ്മുടെ ഒരു ആഹ്ലാദത്തിൻ്റെ ഭാഗമായി അതാണ് നമ്മുടെ പച്ചപ്പെന്ന് പറയുന്നത്. അത് എല്ലാ വർഷവും തുടർന്ന് പോരുന്ന ആരോഗ്യം അനുവദിക്കുന്നിടത്തോളം പലപ്പോഴും ദീർഘയാത്രകൾക്ക് പോകാറുണ്ട്. ഇപ്പോൾ ഒരു യൂറോപ്യൻ യാത്രയും ഗൾഫ് യാത്രയും കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അത്തരം യാത്രകൾക്ക് പോകാറുണ്ട്. അവിടെയെല്ലാം മലയാളികളെ കണ്ടെത്തുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റ് ആളുകൾക്കിടയിലും നമുക്ക് ഇടപഴകാൻ കഴിയുന്നുണ്ട്. അവിടെ നിന്നെല്ലാം നമ്മൾ ജീവിതത്തിൻ്റെ ഓരോരോ പാഠങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ആ അനുഭവങ്ങളാണ് നമ്മൾ മുന്നോട്ട് കുതിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ ആരോഗ്യപരമായ പരിമിതികൾ ഒരു പ്രതിബന്ധമാണെന്ന് കരുതി അതിൻ്റെ പരിദേവനവുമായി കഴിയാൻ എന്തുകൊണ്ട് എനിക്ക് ശീലമായില്ല. അത് അങ്ങനെയുണ്ടെങ്കിൽ അതും കൂടെ ചേർത്താണ് ഞാനെന്ന് കരുതി നമ്മുടെ യാത്ര തുടരുക എന്നുള്ളതാണ്. ഇപ്പോഴും ഞാൻ 4 മണിക്ക് എഴുന്നേക്കും, ഒരു ദിവസം 18 മണിക്കൂർ ജോലി ചെയ്യുന്നു, ദൈവാധീനം. ഈസ്റ്ററിനൊരു യാത്ര പോകുന്നുണ്ട്, ഈസ്റ്റർ കഴിഞ്ഞതിന് ശേഷം മക്കളുമായിട്ടൊക്കെ? അതെല്ലാ കൊല്ലവും പതിവുള്ളതാണ്. ഞാനിത് ഒന്നല്ല 1-2 യാത്രകളുണ്ടാകും മധ്യവേനൽ അവധിക്കാലത്ത്. കാരണം അവരുടെ തിരക്കുകൾക്കിടയിൽ നിന്ന് അവർക്കും ഒരു ഒഴിവ്. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് 4-5 ദിവസം എവിടെയെങ്കിലും യാത്ര പോകും. അത് കഴിഞ്ഞൊരു മാസം കഴിഞ്ഞൊരു യാത്ര പോകും. അതൊക്കെയാണ് ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പച്ചപ്പുകൾ ബാക്കി നിർത്തുന്ന ഇടങ്ങൾ എന്ന് പറയുന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഈസ്റ്റർ വിഷു ആശംസ.